അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദിയിലെ പ്രവാസികളും മറ്റു പ്രധാനപ്പെട്ട കാര്യം മുമ്പ് പറഞ്ഞിരുന്നത് എന്തിരുന്നാണ് കാരണം ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾക്ക് പാസ്പോർട്ട് പുതുക്കുന്നവരുണ്ട്. നാട്ടിൽ പോയിട്ട് വെക്കേഷന് പോയിട്ട് പാസ്പോർട്ട് പുതുക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കുന്ന ആളുകൾ നിങ്ങൾ പാസ്പോർട്ട് പുതുക്കി കഴിഞ്ഞാൽ ഉടനെ നകൽ മാറ്റും. അഥവാ പഴയ പാസ്പോർട്ടിലെ വിസ പുതിയ പാസ്പോർട്ടിലേക്ക് അപ്ഡേഷൻ ചെയ്യാനാണ്. അത് നിങ്ങൾ കമ്പനി കൊടുത്ത് കമ്പനിക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്പോൺസർ ആണെങ്കിൽ വീട്ട് ഡ്രൈവറായിട്ടുള്ള ആളുകൾ ഖദ്ദാമെ ഹൗസ് ഡ്രൈവറൊക്കെ അവർക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയുമെങ്കിൽ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും മക്തബിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ സ്പോൺസറാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ഡ്രൈവറായ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ സ്പോൺസർമാർക്കൊക്കെ ചിലപ്പം ചെയ്യാൻ അറിയില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോകുന്നുണ്ട്. ചില സമയത്ത് പാസ്പോർട്ട് നമ്പർ O എന്നുള്ളത് Q ആയിപ്പോവും, Q എന്നുള്ളത് 0 ആയിപ്പോവും. ചിലപ്പം പിന്നെ ജിദ്ദ എന്നുള്ളിടത്ത് പിന്നെ ന്യൂഡൽഹി ആയിപ്പോവും, മുംബൈ, ഇങ്ങനെ പലതരത്തിലും മാറിപ്പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നകൽ മലമാത്ത് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും നല്ല എന്താ പറയുക, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പാസ്പോർട്ട് ബുക്ക് ചെയ്യാൻ ഏതെങ്കിലും മക്തബുമായി ബന്ധപ്പെട്ട് ചെയ്യുക, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്കാൻ ചെയ്ത് അത് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അറിയില്ലെങ്കിൽ മക്തബ് ഏറ്റവും നല്ലത്. നാട്ടിൽ പോയിട്ട് നിങ്ങൾ പാസ്പോർട്ട് പുതുക്കുകയാണെങ്കിൽ 2 പാസ്പോർട്ട് ഒരുമിച്ച് വെച്ച് കൊണ്ടുവരിക. നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കി കഴിഞ്ഞാൽ നകൽ മലമാത്ത് ചെയ്യേണ്ട, 2 പാസ്പോർട്ട് ഒരുമിച്ച് വെച്ച് കൊണ്ടുവരിക. സൗദിയിലെത്തിയിട്ട് നകൽ മലമാത്ത് ചെയ്താൽ പഴയ പാസ്പോർട്ടിലെ വിസ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റുക. അത് അറിയുന്ന സ്പോൺസറിന് മാത്രം ചെയ്യിക്കുക, അല്ലെങ്കിൽ മാറിപ്പോകും. പിന്നെ അത് നിങ്ങൾ രണ്ടാമത് ചെയ്യുമ്പോൾ അതിന് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അറിയുന്ന ആളുകൾ മാത്രം ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും മക്തവുമായി ബന്ധപ്പെട്ട് നകൽ മലമാത്ത് ചെയ്യുക, പാസ്പോർട്ട് ബുക്ക് ചെയ്യാൻ മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.